ഇടയ്ക്ക് പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറ്. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ലീഗ്. നജീബ് കാന്തപുരം MLA നേതൃത്വത്തിൽ ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണയിലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. അരുൺ, ഇങ്ങനെ ഒരു കല്ലേർ ഉണ്ടാകാനും ആ കല്ലേറിന് പിന്നിൽ CPM ആണെന്ന് ആരോപിക്കാനും ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. ഇരു വിഭാഗങ്ങളും ഇത്തരത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് പെരിന്തൽമണ്ണയിലെ ലീഗിന്റെ UDFന്റെ വിജയാഹ്ലാദം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ലീഗ് പ്രവർത്തകർ CPM ഓഫീസിന് ആദ്യം കല്ലെറിഞ്ഞതെന്നാണ് CPM ആരോപിക്കുന്നത്. പിന്നാലെ ലീഗ് പ്രവർത്തകരുടെ ആരോപണം CPM പ്രവർത്തകരെത്തി ഓഫീസ് കൂട്ടത്തോടെ കല്ലെറിഞ്ഞ് ഓഫീസ് തകർത്തു എന്നുള്ളതുമാണ്. അതായത് ഈ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM ഓഫീസ് ലക്ഷ്യമാക്കി ലീഗ് പ്രവർത്തകൻ കല്ലെറിഞ്ഞു. പിന്നാലെ CPM ഒരു പ്രവർത്തകർ പ്രകടനവുമായി എത്തുകയായിരുന്നു. ഈ പ്രകടനത്തിനിടെ ലീഗ് ഓഫീസ് കൂട്ടമായി തന്നെ ഇത്തരത്തിൽ കല്ലെറിഞ്ഞ് തകർത്തു എന്നുള്ളതാണ് ലീഗ് മുന്നോട്ടേക്ക് വെക്കുന്ന ആരോപണം. പിന്നാലെ നജീബ് കാന്തപുരം MLA തന്നെ സ്ഥലത്തെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയുമായിരുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഏറെ ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു പ്രതിഷേധം തന്നെയായിരുന്നു പെരിന്തൽമണ്ണ ഈ ദേശീയ പാതയിൽ കൂടി അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഏറെ നേരമായി തന്നെ അവിടെ പോലീസിന്റെ സന്നാഹമൊക്കെ ഉണ്ട്. കൂടുതൽ സംഘർഷ സാധ്യത പ്രതിരോധിക്കാനായി തന്നെ പോലീസിന്റെ സേനയെ അവിടെ വിന്യസിച്ചിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിജയാഹ്ലാദത്തിനിടെയാണ് ഇത്തരത്തിൽ പരസ്പരം ലീഗും CPM-ഉം UDF LDF പ്രവർത്തകരും തമ്മിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്.